ജീവിതത്തിന്റെ തുടക്കമായിരുന്നു കാനായിലെ കല്യാണ വിരുന്ന്. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും പിരിഞ്ഞ് രക്ഷിക്കപ്പെട്ടിരുന്നു. അവിടെ പിരിഞ്ഞ് തികയാതെ പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു പറഞ്ഞതനുസരിച്ച് കൽഭരണികളിൽ വെള്ളം നിറച്ചു. അവർ വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. ഈ സംഭവം യേശുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതവും ദൈവശക്തിയുടെ വെളിപ്പെടുത്തലുമായിരുന്നു. യേശുവിന്റെ കുരിശുമരണത്തിനായി വിധിക്കപ്പെട്ട യേശുവിനോടൊപ്പം ആദ്യാവസാനം അനുയാത്ര ചെയ്ത പരിശുദ്ധ അമ്മയെ നമുക്ക് ബൈബിളിൽ കാണാം. മകന്റെ നിരപരാധിത്വം അറിഞ്ഞിട്ടും നിറമണികളോടെ നോക്കി നിൽക്കാനേ പരിശുദ്ധ മറിയത്തിനായുള്ളൂ. ഓരോ അടിയും ഓരോ വേദനയും യേശുവിനോടൊപ്പം അവരുടെ ഹൃദയത്തെ കുത്തിമുറിവേൽപ്പിച്ചു. മനുഷ്യരക്ഷയ്ക്കായി മകന്റെ വേദനകൾ അവർ മനസ്സിൽ ചേർത്ത് വെച്ചു. വിശ്വാസത്തോടും ദൈവഹിതത്തോടും പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് മകന്റെ ത്യാഗയാത്രയിൽ സഹവേദനയായി അവർ നിറഞ്ഞു. യേശുവിന്റെ ശരീരം കുരിശിൽ നിന്നിറക്കി മാതാവിന്റെ മടിയിൽ കിടത്തിയ ഹൃദയഭേദകമായ രംഗമാണ് ഇവിടെ കാണുന്നത്. ദൈവപുത്രനായിട്ടും മനുഷ്യപുത്രനായി ഈ ഭൂമിയിൽ സഹിച്ച ത്യാഗത്തിന്റെ ഭാരം അവരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു. മാതാവ് മകനെ അവസാനമായി മടിയിൽ ചേർത്ത് വെച്ച നിമിഷങ്ങൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോട് പൂർണ്ണ മനസ്സോടെ സഹകരിച്ച പരിശുദ്ധ അമ്മ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണം. യേശുവിന്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയം പാപരഹിതയായി ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച ഈ ലോക ജീവിതം പൂർത്തിയാക്കി. ദൈവമറിയത്തെ ശരീരവും ആത്മാവോടുകൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് ഉയർത്തി. സ്വർഗത്തിൽ മറിയം സഭയുടെ മാതാവായും മനുഷ്യ മക്കളുടെ മധ്യസ്ഥതയായും നിലകൊള്ളുന്നു. ഇതിലൂടെ മറിയം ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാവുകയും വിശ്വാസികളുടെ അന്തിമ മഹത്വത്തിന്റെ പ്രത്യാശയായി മാറുകയും ചെയ്തു. സഭ ഓഗസ്റ്റ് 15 പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അവരുടെ വിശ്വാസം, വിനയം, ദൈവസ്നേഹം എന്നിവ അനുകരിക്കുവാൻ സഭാ മക്കളെ പ്രചോദിപ്പിക്കുന്നു. നന്ദി.